ഇറ്റ്സ് സൺഡേ. ഇന്നൊരു ദിവസം ഫുൾ നമ്മുടെ പുഴ ഔട്ടിങ്ങാണേ. അപ്പോൾ രാവിലെ കുളിച്ച് റെഡിയായി ആദ്യം നേരെ കൊല്ലങ്കോടുള്ള ഐശ്വര്യ സലൂണിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ പോയതിൻ്റെ ഉദ്ദേശം അമ്മയ്ക്കൊന്ന് ഹെന്ന ചെയ്യണമായിരുന്നു. അമ്മയ്ക്കിതൊന്നും പണ്ട് ഇഷ്ടമായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ നിർബന്ധിച്ച് അമ്മയെ കൊണ്ട് 1-2 വട്ടം ചെയ്യിപ്പിച്ചതാണ്. ആദ്യത്തെ തവണ ചെയ്തത് ഒരു അബദ്ധം പറ്റി. ഹെന്ന ചെയ്യുന്നതിന് പകരം അവർ കളറിങ് ചെയ്തു. അതോടെ ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു. അമ്മയ്ക്ക് നല്ല തിക്നെസ്സുള്ള മുടിയാണ്, പക്ഷെ നല്ല കൊഴിച്ചിലായപ്പോൾ അമ്മ പറഞ്ഞു ഈ പണിക്ക് ഇനി വിളിക്കരുതെന്ന്. പക്ഷേ ഇത്തവണ ഞാൻ ഇവിടെ ഹെന്ന ചെയ്യും, വേറെ ഒന്നും സംഭവിക്കില്ല, മുടി കൊഴിയില്ല എന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അമ്മയ്ക്ക് എന്തായാലും ഇവിടെ ചെയ്തതൊക്കെ ഇഷ്ടമായി. ദെൻ നേരെ ബസ്സിലാണ് പാലക്കാട് എത്തിയത്. അടുത്ത പണി എന്താ വെച്ചാൽ അമ്മയ്ക്കൊരു മൊബൈൽ വാങ്ങണമായിരുന്നു. അപ്പോൾ മൈജിയിലേക്കാണ് പോയത്. പക്ഷേ ഓഫർ ഉള്ളത് അറിഞ്ഞിട്ടല്ല കേട്ടോ പോയത്, അവിടെ പോയ ശേഷമാണ് അറിഞ്ഞത്. അപ്പോൾ ഒരു ഓപ്പോയും വിവോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മേടിക്കാമെന്ന് വെച്ചിട്ടാണ് ഉദ്ദേശിച്ചത്. ഓപ്പോനായിരുന്നു കുറച്ചുകൂടെ ഓഫർ ഉണ്ടായിരുന്നത്, അപ്പോൾ പിന്നെ അതാണ് മേടിച്ചത്. പ്ലസ് മൈജിയുടെ എന്തോ ആനിവേഴ്സറി ആയതുകൊണ്ട് 2000 റുപ്പീസ് എന്നുള്ളൊരു ഗിഫ്റ്റ് വൗച്ചറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ട്രൈപോഡും പിന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും പിന്നെ ഒരു വയേർഡ് ഹെഡ്സെറ്റുമാണ് മേടിച്ചത്. അങ്ങനെ അതും മേടിച്ച് പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ 2 മണി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും തന്നെ നല്ല വിശപ്പാണ്. അപ്പോൾ ഷെരീഫ് ഭായ് ബിരിയാണിക്കാണ് പോയത്. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. പോയതും സീറ്റ് കിട്ടി, പെട്ടെന്ന് തന്നെ ഫുഡ് റെഡിയായി, അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ഞങ്ങളൊരു ഒരൊറ്റ ചിക്കൻ ബിരിയാണിയും ഒരു ചിക്കൻ 65 ആണ് മേടിച്ചത്. പക്ഷേ ആ ഒരു ബിരിയാണി തന്നെ നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു. അമ്മയും ഞാനും കഴിച്ചിട്ടും പിന്നെ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി അതിലുണ്ടായിരുന്നു. ദെൻ അമ്മയെ ബസ് കയറ്റി വിട്ടിട്ട് ഞാനും നേരെ വന്നു.